സർപ്രൈസ് ഉണ്ട്. മാത്രമൊന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു സ്പോട്ട് കൈകാര്യം ചെയ്ത് പോകുന്നേ ഉള്ളൂ. എന്താക്കി മലേഷ്യ വാങ്ങിയ കന്നഡ ഏത് ജാളിയല്ലേ സൈഡിൽ കൂടെ നടക്കുന്നത് അല്ലേ? ഡേ 3 സ്റ്റാർട്ടഡ്. ഇതെല്ലാരും ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം ഗായ്സ്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടല്ല ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നതാ. ഇവിടുത്തെ 38 ലിഫ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ഇവിടെ ലിഫ്റ്റ് കിട്ടാനാ സീനല്ലേ? അയ്യോ ഭയങ്കര. ഇനിയിപ്പോ 38 ലിഫ്റ്റ് കിട്ടിയാലോ ഉള്ള എല്ലാ ഫ്ലോറിലും നിർത്തി 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 ചടച്ചു പോകും ഗായ്സ്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ കുന്തം പോയ കുരങ്ങിനെ പോലെ ഞങ്ങൾ കുറേ നേരം നിന്നു ഗൈസ്. എന്താണ് ഇന്നത്തെ മെനു എന്നൊക്കെ നോക്കി. അങ്ങനെ നമുക്ക് വേണ്ട എന്തൊക്കെയോ എടുത്ത് എന്തൊക്കെയോ കഴിച്ചു ഗൈസ്. ബർത്ത്ഡേ ആണ്. അങ്ങനെ പുറം കാഴ്ചകളൊക്കെ കാണാം മലേഷ്യയിലെ എന്നൊക്കെ പറഞ്ഞാണ് എല്ലാവരും ഇരുന്നതെങ്കിലും എല്ലാവരും വായും മുളന്ന് വെച്ചങ്ങ് ഉറങ്ങി ഗൈസ്. ഇവിടെ എല്ലാരും നോക്കി നിൽക്കുന്ന എന്താന്ന് മനസ്സിലായോ? അങ്ങനെ ലിഫ്റ്റ് കാത്ത് ചടച്ചു നിന്ന് ഞങ്ങൾ നടന്നു പോവാന്ന് വിചാരിച്ചു ഫസ്റ്റ് ഫ്ലോർ. ആ നേരം കൊണ്ട് ഞാൻ ഗദ്ദ പോലെ തിരിഞ്ഞ തിരിയിലാണ് ഗായ്സ്. അപ്പയുടെ കണ്ണട താഴെ വീണ് പൊട്ടി ഗായ്സ്. ഒന്നും പറയാം. അങ്ങനെ തൽക്കാലം ഒരു ഗമ്മൊക്കെ സംഘടിപ്പിച്ച് അത് വെച്ച് ഒട്ടിക്കുന്ന തിരക്കിലാണ് ഗായ്സ്. അതൊന്നും ഒത്തില്ലാന്ന് മാത്രമല്ല എല്ലാം കൂടി അങ്ങ് ഒരു അവസ്ഥയിലായി. അങ്ങനെ സ്പെക്സിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അപ്പ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ, എന്തായാലും മലേഷ്യ വരെ വന്ന ക്ഷീണം ഉണ്ടാവില്ലേ. അങ്ങനെ ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഞാൻ ഏതെങ്കിലും ഒരു സ്പെക്സിന്റെ ഷോപ്പിൽ മുന്നിൽ നിർത്തി ഒരു സ്പെക്സ് എങ്കിലും വാങ്ങിത്തരും അപ്പയ്ക്കെന്നും പറഞ്ഞ് ഉറപ്പോടുകൂടി അപ്പനെ സമാധാനപ്പെടുത്തിയിരുത്തി ഗായ്സ്. അങ്ങനെ നെക്സ്റ്റ് പ്ലേസിലേക്ക് പോയി. അപ്പൊ നെക്സ്റ്റ് മാത്രമൊന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു സ്പോട്ട് കൈകാര്യം ചെയ്ത് പോകുന്നേ ഉള്ളൂ. സ്റ്റാച്ചു ചെയ്ത് ഒരു വെള്ളത്തിന്റെ ഉണ്ടാക്കി ഒരു വാട്ടർ ഫൗണ്ടൈൻ പോലെ ലൈറ്റ് ആയിട്ടല്ലേ, നൈസ് ആണല്ലേ. വലുതായിട്ടൊന്നും കാണാനില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. അങ്ങനെ നെക്സ്റ്റ് പ്ലേസ് കവർ ചെയ്യാന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് തന്നെ ഭാഗ്യത്തിന് അപ്പയുടെ സ്പെക്സിന്റെ ഒരു ഷോപ്പ് കണ്ടു. അപ്പൊ നേരെ ഞങ്ങൾ അവിടെ പവർ ഗ്ലാസ് വാങ്ങാൻ വേണ്ടി നമ്മൾ ഒരു കണ്ണട ഷോപ്പിലെത്തിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ ഒരു വിധം ഒരു നല്ലൊരു സ്പെക്സ് ഷോപ്പ് കണ്ടുപിടിച്ചു ഗായ്സ്. ദേ കിടക്കുന്ന അടുത്ത പണി. ഞങ്ങൾ പറയുന്നത് അവർക്കും അവർ പറയുന്നത് ഞങ്ങൾക്കും മനസ്സിലായില്ല ഗായ്സ്. അങ്ങനെ ഒടുക്കം നമ്മുടെ ഡ്രൈവർ ബ്രോ എത്തി ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ച് വന്നപ്പോഴേക്കും ഇതാ അപ്പയുടെ സ്പെക്സ് റെഡി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത് ഗായ്സ്. അങ്ങനെ നേരെ KL ടവറിലേക്ക് എത്തി. KL ടവറിലെത്തിയപ്പോഴോ അതാ അടുത്ത പണി. നമ്മുടെ കൂടെ തന്നെ ആര് വന്നിട്ടുണ്ട് ഗായ്സ്? വേം പറയൂ. അതെ, മഴ. അതുകൊണ്ട് ആ കാലാവസ്ഥ മോശമായതിനാൽ ഞങ്ങൾക്ക് KL ടവറിൽ അന്ന് കയറാൻ പറ്റിയില്ല. വാക്കിംഗ് ബ്രിഡ്ജ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ടെമ്പററി. വെതർ ഇഷ്യൂ എന്നിട്ട് നമ്മൾ അത്രയും ക്യൂ നിന്നിട്ട് മുന്നിലെത്തിയത്, പക്ഷേ കയറാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് തരുമെന്ന് വെച്ചപ്പോൾ ക്യാൻസലും ചെയ്തിട്ടില്ല. ഓൺലൈൻ ബുക്കിംഗ് അതിനെ കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ ഒബ്സർവേഷൻ ഡെക്കിൻ്റെ ടിക്കറ്റ് ചോദിക്കുമ്പോൾ അത് വേറെ ഇവിടുന്ന് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം, ഇവിടുന്ന് എടുക്കാൻ പറ്റില്ല, അത് വേറെ എക്സ്പെൻസ് ആക്കിയിട്ട് എടുക്കാനുണ്ട്. അപ്പോൾ നമ്മളെ പാക്കേജിൻ്റെ ടീമിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടാവും എന്നുള്ള അറിയില്ല. കിട്ടിയാൽ കയറും, ഇല്ലെങ്കിൽ ചട്ടി നോക്കട്ടെ. ഇതാ നമ്മളെ ബാക്കിൽ എന്താ ഉള്ളത് നോക്ക്. പ്രിയ ഇവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് ക്യാൻസലായ ബേജാറിലുള്ളത്. ഇതിൻ്റെ മേലെ കയറാനുള്ള ടിക്കറ്റ് നമ്മളിത് ഇപ്പോൾ വെതർ ഇഷ്യൂ എന്നിട്ട് ഇപ്പോൾ ക്യാൻസൽ ചെയ്തിട്ടുള്ളത്. ഇതാണ് വാക്കിംഗ് ബ്രിഡ്ജ് ഇവിടെ വരുന്നത്. നമ്മളെ കയറ്റിയിട്ടില്ല, ഇനി ആൾക്കാരെ കയറ്റുന്നില്ല വെതർ ഇഷ്യൂ എന്നിട്ട്. കുറച്ച് ആൾക്കാർ ഇതാ നടക്കുന്നുണ്ട്. ഒരു മ്യൂസിക് സൗണ്ടൊക്കെ കേൾക്കും ഗ്ലാസ് ബോട്ടിൽ തോന്നുന്നു. നാളെ കയറുമ്പോൾ നോക്കാം. ബാക്കി വാവ് ചിക്കോ എങ്ങനെയുണ്ട്? മോളത്തെ അല്ലേ വേണ്ടത്? പക്ഷെ ഇതെന്ത് താഴെ കൂടെ അല്ലല്ലോ നടക്കുന്നത് തന്നെ? അതാ മേലല്ല തന്നെ. ഏത് ജാളിയല്ലേ സൈഡിൽ കൂടെ നടക്കുന്നത് അല്ലേ? നമുക്ക് കണ്ട വീഡിയോയിൽ മേലല്ലേ നടക്കുന്നത്? ഇതെന്തിനാ ഇതിലെ നടക്കുന്നത്? ഇതിലെ നടക്കുന്നേക്കാൾ വീട്ടില് പറഗോളനെ കൂടെ നടന്നാ പോരെ. ടെറസിന്റെ കൂടെ നടന്നാ പോരെ. ഇതെന്താ ഇത് ഈ കുഞ്ഞായിട്ടില്ല? ഇതിന് എത്രയും പൈസ കാണുന്ന ഒബ്സർവേഷൻ ഒക്കെ കേൾക്കുന്നുള്ളൂ അല്ലേ? നാളത്തെ ദിവസം വെതറിന് ഒരു കുഴപ്പമില്ലെങ്കിൽ നാളെ കയറി കാണാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ആ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുത്ത് അവിടെ നിന്ന് ഓടി ഗൈസ്. അങ്ങനെ നേരെ ബുക്കിറ്റ് മിന്താങ്ങിലേക്ക് എത്തി ഞങ്ങളുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. എല്ലാരും അന്തം വിട്ട കുന്തം പോലെ നോക്കി നിൽക്കുകയാണ് ഗൈസ്. എന്താ ഇവിടുന്ന് എങ്ങോട്ടാ പോണ്ടെന്നാ നോക്കിക്കുന്നേ? ഏപ്പാ എന്താ തിന്നണ്ടെന്നാ നോക്കിക്കുന്നേ?
ഈ ചക്ക ഭയങ്കര നാറ്റാന്നും പറഞ്ഞിട്ട് അവിടെ നോക്കി നിൽക്കുന്ന. പക്ഷെ എല്ലാരും കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടാ കഴിക്കുന്ന ഈ ചക്ക അല്ലേ. ഇവിടെ ഒരാള് മാംഗോ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ മാംഗോ മലേഷ്യയിൽ വന്ന് കഴിക്കുന്ന ലമ്മ. ഇവിടെ 200 റുപ്പീസ്. അവിടെ വീട്ടിൽ പഴുത്തോടെ കിടക്കും, അത് തൊടൂല. നമ്മളെ വീട്ടില് ഫ്രീയും അല്ലേ. അമ്മനും വരുമാനം കൂടി എന്താ ഷോപ്പിംഗ് നടത്തുന്നത്? ഞങ്ങൾ പല പല ഐറ്റംസ്, കാപ്പിപ്പൊടി ഉണ്ട്, മുട്ടായി ഉണ്ട്. ഈ കോഫി പൗഡറിന് എന്താ പ്രത്യേകത? എന്താ ഇത് ശീലാണ് വൈറ്റ് കോഫി എന്ന് പറയും. വൈറ്റ് കോഫിയോ? കാണിച്ച മലേഷ്യത്തെ ഫേമസ് ആണ് ഓൾഡ് ടൗൺ. ഓൾഡ് ടൗൺ മലേഷ്യയിലെ ഫേമസ് കോഫി. വൈറ്റ് കോഫി. ഓ വൈറ്റ് കോഫി. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്യണം വീട്ടിൽ പോയിട്ട് അല്ലേ? എന്തായാലും ട്രൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം നല്ലതാണോ എന്ന്. അങ്ങനെ അപ്പയും അമ്മയും ഒക്കെ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഗായ്സ് മെനു കാർഡിൽ അവർക്കൊന്നും പറ്റാത്ത ഐറ്റംസ്. പിന്നെ പേരിന് ടേസ്റ്റ് എന്തൊക്കെയോ നോക്കി. എന്താപ്പാ പവി സിംഗ. ഇവിടെയും പവി ലയൺ. നിങ്ങളെ ബിൽഡിംഗ് ആണ് അല്ലേ? അയില മുളകിട്ട കറി വേണോ? ഇതാ അപ്പൊ അയില മുളകിട്ട എല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഗസ് ചെയ്തേ ഞങ്ങളിതിൽ ഏതൊക്കെയാണ് ട്രൈ ചെയ്തതെന്ന്. അപ്പോൾ ഈ പാർട്ട് ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പാർട്ടോട് കൂടി ഈ മലേഷ്യ ട്രിപ്പ് അങ്ങ് കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ കുഞ്ഞു ഹൃദയം തരാൻ മറക്കല്ലേ. ബൈ, ടേക്ക് കെയർ.